കഴിഞ്ഞ കുറേ വർഷങ്ങളായി വാടക വീടുകൾക്ക് മുന്നിൽ നീണ്ട ക്യൂ നിൽക്കുന്ന കാഴ്ചകൾ സാധാരണമാണ്. ഇത് പലപ്പോഴും വാർത്തകളിൽ വരാറുമുണ്ട്. വീട്ടുടമകൾ വാടക കുത്തനെ കൂട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വാടക വർധനവ് തടയണമെന്ന് ഗ്രീൻസ് പാർട്ടി ആവശ്യപ്പെട്ടിരുന്നു. താങ്ങാനാവുന്ന വീടുകൾ കിട്ടാതെ വിഷമിക്കുന്ന ഒട്ടനവധി രക്ഷിതാക്കളുണ്ട്. പ്രകൃതി ദുരന്തം സംഭവിച്ച ലിസ്മോർ പോലുള്ള സ്ഥലങ്ങളിൽ വീടില്ലാത്ത ആളുകൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ വാടക പ്രശ്നം നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. കാരണം വാടകയ്ക്ക് താമസിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും ഇതൊരു വലിയ പ്രതിസന്ധിയല്ല എന്നാണ് പറയുന്നത്. ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ സോഷ്യൽ റിസർച്ച് ആൻഡ് മെത്തേഡ്സിലെ അസോസിയേറ്റ് പ്രൊഫസർ ബെൻ ഫിലിപ്സ് പറയുന്നത് വാടക പ്രതിസന്ധിയെക്കുറിച്ചുള്ള സംസാരം ഊതിവീർപ്പിച്ച ഒന്ന് മാത്രമാണെന്നാണ്. പ്രോപ്പർട്ടി റിസർച്ച് സ്ഥാപകനായ കൊർലോജിക്കിൻ്റെ കണക്കനുസരിച്ച് പരസ്യം ചെയ്ത വാടകയുടെ വലിയ വർധനവിലാണ് മാധ്യമങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. 2024 ഇത് 15% കൂടുതലായി ഉയർന്നു. ഏകദേശം 20 വർഷത്തെ കണക്കെടുത്താൽ ഈ കണക്ക് പ്രകാരം വാടകയിലുണ്ടായ ഏറ്റവും വലിയ വാർഷിക വർധനമാണിത്. 2019 അവസാനിച്ചതിന് ശേഷം വാടക ഏകദേശം 50% വരെ കൂടിയിട്ടുണ്ട് എന്നാണ് കണക്ക്. എന്നാൽ പ്രധാനമന്ത്രിയുടെ സാമ്പത്തികകാര്യ ഉപദേശക സമിതി അംഗം കൂടിയായ ഫിലിപ്സ് പറയുന്നത് ഓൺലൈനിൽ കാണുന്ന പരസ്യ വാടകകൾ മൊത്തം വാടകയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഇത് എല്ലാ വാടകക്കാരെയും പ്രതിനിധീകരിക്കുന്നില്ല എന്നാണ്. പുതിയ വാടക വീടുകളിലേക്ക് മാറുന്നവരുടെ ബുദ്ധിമുട്ടുകളാണ് ഇത് കാണിക്കുന്നത്. ഏകദേശം 30 ലക്ഷം വീടുകളിൽ താമസിക്കുന്ന ആളുകൾ എത്ര വാടക നൽകുന്നു എന്നത് ഇതിൽ പ്രതിഫലിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിക്സ് ആണ് വാടകയെക്കുറിച്ചുള്ള ഏറ്റവും കൃത്യമായ വിവരങ്ങൾ നൽകുന്നത്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അഥവാ പണപ്പെരുപ്പം അളക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത്. ABS എല്ലാ മാസവും ഏകദേശം 6 ലക്ഷം വീടുകളിലെ വാടക നിരക്ക് പരിശോധിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് വാടകയ്ക്ക് നൽകിയിട്ടുള്ള വീടുകളുടെ 1/3. ഈ കണക്കനുസരിച്ച് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ വാടക 19% മാത്രമാണ് വർദ്ധിച്ചത്. ഇത് കോർലോജിക് റിപ്പോർട്ട് ചെയ്തതിൻ്റെ പകുതിയിൽ താഴെയാണ്. അതേസമയം ഇത് CPIയുടെ മൊത്തത്തിലുള്ള വർധനവിനേക്കാൾ 2% കുറവാണ്. അതായത് വാടക വർധനവ് പണപ്പെരുപ്പത്തെ അത്രയധികം ബാധിച്ചിട്ടില്ല എന്നർത്ഥം. ഓസ്ട്രേലിയൻ ഹൗസിംഗ് ആൻഡ് അർബൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മാനേജിംഗ് ഡയറക്ടർ മൈക്കിൾ ഫോദറിംഗ്ഹാം പറയുന്നത് ഫിലിപ്സിൻ്റെ വിശദീകരണം ശരിയാണെന്നാണ്. സ്ഥിരമായി ഒരേ വീട്ടിൽ താമസിക്കുന്ന വാടകക്കാർ ഉള്ളതുകൊണ്ടാണ് കോർലോജിക്ക് വാടക വിവരങ്ങളിൽ കൂടുതൽ വ്യത്യാസം കാണിക്കുന്നത്. അവർ 1 വർഷത്തിൽ കൂടുതൽ ആ വീട്ടിൽ താമസിക്കുന്നവരായിരിക്കാം. അതുപോലെ എല്ലാ സമയത്തും വാടക കൂട്ടാൻ നോക്കാത്ത ഒരു വീട്ടുടമയും ഉണ്ടായിരിക്കുമെന്നും ഫോദറിംഗ്ഹാം പറയുന്നു. വാടകയ്ക്ക് വീട് കിട്ടാനില്ലാത്ത ഒരുപാട് ആളുകളുമുണ്ട്. രാജ്യത്തെ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളുടെ എണ്ണം 1% കുറഞ്ഞു. സാധാരണയായി ഇത് 2.5% വരെ ഉണ്ടാകാറുണ്ട്. 2 കണക്കുകളും ശരിയാണ്. പക്ഷേ അവർ സംസാരിക്കുന്നത് 2 വ്യത്യസ്ത കാര്യങ്ങളെക്കുറിച്ചാണ്. പ്രതിസന്ധി എന്ന വാക്ക് ഉപയോഗിക്കുന്നതിന് ചില പ്രശ്നങ്ങളുണ്ടെന്നും ഫോദറിംഗ്ഹാം പറയുന്നു. ശരാശരി കണക്കുകൾ പലപ്പോഴും ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട്. എന്നാൽ വാടക സഹായവും മറ്റ് ആനുകൂല്യങ്ങളും കൂട്ടിയത് കുറഞ്ഞ വരുമാനമുള്ള ആളുകൾക്ക് സഹായകരമായിട്ടുണ്ട് എന്ന് ഫിലിപ്സ് പറയുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വാടക താങ്ങാനാവുന്ന സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. വാടകക്കാരുടെ വരുമാനം വാടകയേക്കാൾ വേഗത്തിൽ വർദ്ധിച്ചു. വാടകക്കാരുടെ വരുമാനത്തിൻ്റെ 28% വാടകയ്ക്ക് വേണ്ടി ചിലവഴിച്ചിരുന്നത് ഇപ്പോൾ 26% കുറഞ്ഞു. 2021 5-ൽ ഒരാൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. 2021 ഇത് 6-ൽ 1 ഏകദേശം 15 വർഷത്തെ ശരാശരി കണക്കാണിത്. ലളിതമായി പറഞ്ഞാൽ വാടക വർധനവ് ഒരു വലിയ പ്രശ്നമായി തോന്നാമെങ്കിലും സ്ഥിരമായി ഒരേ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്കും വരുമാനം കൂടിയവർക്കും ഇത് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. പുതിയ വീട് അന്വേഷിക്കുന്നവർക്കും കുറഞ്ഞ വരുമാനമുള്ളവർക്കുമാണ് ഈ പ്രശ്നം കൂടുതൽ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വാടക പ്രതിസന്ധി എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ശരിയല്ലെന്നും ചില സാമ്പത്തിക വിദഗ്ധർ പറയുന്നു.